ഞാൻ നമ്മുടെ ഈ ഒരു പലസ്തീൻ ഗാസ അല്ലെങ്കിൽ ഇസ്രായേൽ ഗാസ വിഷയത്തില് ഈ ആരിഫ് ഭായ് കേരളത്തിൽ ചെയ്തിട്ടുള്ള ഇടപെടൽ കാരണമായിരിക്കട്ടോ കുറെയൊക്കെ അവിടെ ഒരു സപ്പോർട്ട് ഇസ്രായേലിന് കിട്ടണത്. കാരണം നമ്മളിപ്പോ പുറത്തോട്ട് നോക്കുമ്പോൾ അത് അധികവും ക്രിസ്ത്യാനികളുടെ അടുത്തു നിന്നാണ്, ജൂതന്മാർ ഒഴിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ അടുത്തു നിന്നാണ് സപ്പോർട്ട് ഇവിടെയൊക്കെ കൊടുക്കുന്നത്. ഇവിടുത്തെ നിരീശ്വരവാദികളൊക്കെ പിന്നെ കുട്ടികളെ ചാവുന്നതിൻ്റെ ഒപ്പം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ നിരീശ്വരവാദികളാണ്, സ്വയം വിളിക്കുന്ന യുക്തിവാദികൾ എന്നാണ്. പക്ഷെ ഇസ്രായേൽ ഗാസ വിഷയം വരുമ്പോൾ അവർ പറയാ ഞങ്ങൾക്ക് കുട്ടികളെ കൊല്ലുന്നതിൻ്റെ ഒപ്പം ഞങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാദം വെക്കുന്നവര്. അപ്പീലിംഗ് ടു ഇമോഷൻ എന്ന് പറയുന്ന ഒരു ലോജിക്കൽ ഫല്ലസി രീതി പരിപാടികളാണ്, സ്വയം വിളിക്കുന്ന യുക്തിവാദികൾ എന്നുമാണ്. അപ്പൊ ഇവിടെ യുക്തിവാദികളൊന്നും ഈ സാധനത്തിനെ പിന്തുണയ്ക്കുന്നില്ല, മറിച്ച് ക്രിസ്ത്യാനികളാണ് ഇവിടെ പിന്തുണയ്ക്കുന്നത്. അപ്പൊ ഈ ഒരു ഇത് പൊതുവെ വേൾഡിലുള്ള ട്രെൻഡാണ്. ഇന്ത്യയിൽ തന്നെ യുക്തിവാദികളും ഈ സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് യുക്തിവാദികളൊക്കെ ഇതിനെ പിന്തുണച്ച് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണല്ലോ. കേരളത്തിൽ ഇപ്പൊ എസൻസ് ഗ്ലോബലും ഇപ്പൊ സത്യം പറഞ്ഞാൽ എസൻസ് ഗ്ലോബൽ തന്നെ ഈ ഒരു കാര്യത്തിൽ ഇത്ര അധികം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് താങ്കളുടെ ഒരു കോൺഫിഡൻസ് കൊണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു വിഷയത്തിൽ, ഇസ്രായേൽ ഗാസ വിഷയത്തിൽ അതിനപ്പോ വേറെ അവാർഡ് വേണം, ഈ അവാർഡ് പോരാ. അത് ശരിയാ, അത് വേണ്ടി വരും. താങ്കളൊരു ഈ ഒരു വിഷയത്തിൽ താങ്കൾ ഭയങ്കര ജെറൂസലമിലേക്കൊന്ന് വിളിച്ചു നോക്കട്ടെ, അവാർഡ് വല്ലതും കിട്ടും. തിരുവനന്തപുരത്തോട് വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോ ഇത് ഒരു ഫെനോമനാണ്. ഇപ്പൊ ഇവിടെയൊക്കെ തന്നെയാണ് പ്രശ്നം. നമ്മൾ തന്നെ, ഞാൻ തന്നെ ഇപ്പൊ പലവട്ടം പല സായിപ്പന്മാരായിട്ടും ഒക്കെ നമ്മൾ അടിപിടി കൂടാറുണ്ട് ഈ ഒരു വിഷയത്തിൽ, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ. ഈ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തേന് ഈ കുട്ടികളെ കൊല്ലുന്നതിനൊപ്പം നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു വാദം മുന്നോട്ട് വെക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങള് ഇതില് കുറെ വളരെ തമാശകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സുഹൃത്തുണ്ട്, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ആളാണ്, പിന്നെ നമ്മുടെ സുഹൃത്താണ്, ഇവിടെ ചൈനക്കാരനാണ്. പുള്ളിക്കാരന്റെ ഒരു വാദം ഇസ്ലാമിനെ നിയന്ത്രിക്കുന്ന ഒരു കാര്യത്തിൽ ഇവര് പലസ്തീനെയാണ് പിന്തുണയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ നിങ്ങൾ ഇസ്ലാമിനെ നിങ്ങളുടെ നാട്ടിൽ അടിച്ചൊതുക്കുന്നതോ എന്നാ ചോദിക്കണം. അവരവിടെ സമാധാനപരമായിട്ട് ജീവിക്കുന്നത്, പള്ളികളൊക്കെ എഡ്യൂക്കേഷൻ സെന്റർ ആക്കി മാറ്റിയിട്ടും മുസ്ലിങ്ങളെ പിന്നെ പള്ളിയിൽ പോവാതെ പിന്നെ പിടിച്ചു വെച്ചിട്ടൊക്കെയാണ് സമാധാനപരമായിട്ട് ഇസ്ലാമിനെ അവരെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇതേപോലെ അപ്പൊ എന്നിട്ടാണ് അവർ ഈ പുറത്ത് വന്നിട്ട് പിന്നെ ഇസ്ലാമിസ്റ്റുകളെ നിയന്ത്രിക്കുന്നത്, ഇസ്ലാമിസ്റ്റുകളെ പിന്തുണയ്ക്കുന്നത്. അവിടുത്തെ ആ ഒരു ഹിപ്പോക്രസി ഉണ്ടല്ലോ. പൊതുവേ നമ്മുടെ ലോകത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ, നമ്മുടെ കേരളത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ അതേ ഹിപ്പോക്രസിയാണ് ചൈനക്കാരുടെ ഇടയിലും കമ്മ്യൂണിസ്റ്റുകാരുടെ ആ ഒരു രീതി കണ്ടുവരുന്നത്. അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഈ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഹിപ്പോക്രസി എന്നുള്ളത് അവരുടെ ഒരു മുദ്രാവാക്യമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ചൈനക്കാരുടെ ഇടയിൽ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവര് അങ്ങനത്തെ ഒരു സംഭവം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് തെളിവ് എവിടെയാണ് ചോദിക്കുന്നത്. അപ്പൊ തെളിവ് ചോദിക്കുമ്പോൾ ഇവർ ചൈനീസ് മീഡിയ ആണ് എടുത്തു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ചൈനീസ് മീഡിയ അവർക്ക് അവിടുത്തെ ഗവൺമെന്റ് ഫണ്ട് ചെയ്തിട്ട് അവരുടെ നറേറ്റീവ് സെറ്റ് ചെയ്തിട്ടുള്ള മീഡിയകളാണ് അവര് പിന്നെ സോഴ്സ് ആക്കി എടുക്കുന്നത് അവിടുത്തെ ആൾക്കാർ. ഇതാണ് അവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിൽ October 7 പറ്റി പറയുന്നില്ല. October 7 പറ്റി ആലോചിക്കും, അതെന്താ സംഭവം, അപ്പൊ എന്താ സംഭവിച്ചത്, ഇതാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മള് വീഡിയോസ് ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ അങ്ങനെയാണോ, അപ്പൊ മിണ്ടുന്നില്ല. അപ്പൊ അവിടുത്തെ മീഡിയന്റെ വീഡിയോ ആണ് എടുത്ത് കാണിച്ചു തരുന്നത്. അപ്പൊ അതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? അത് ഇപ്പൊ അവിടുത്തെ വീഡിയോ ആയിട്ട് കാണിച്ചു തരുന്ന സാധനങ്ങള് നമ്മൾ ഇവിടെ വന്നിട്ട് ഫേക്കാന്ന് പറഞ്ഞ് ഡീബങ്ക് ചെയ്ത സാധനങ്ങളാണ്. BBC ഒക്കെ ഡീബങ്ക് ചെയ്ത സാധനങ്ങളാണ് അവരവിടുത്തെ പ്രൂഫാക്കി കാണിച്ചു തരുന്നത്, ചൈനക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെയാണ്, ഇതന്നെയാണ് വെസ്റ്റത്തെ അവസ്ഥ. അപ്പൊ ഇങ്ങനത്തെ കുറെ പരിപാടികളാണ് ലെഫ്റ്റുകളിലെ കുത്തിത്തിരിപ്പ് ആശയങ്ങൾ. അപ്പൊ ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. യൂറോപ്പിൽ ഒരു കണക്കിന് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള ഒരു ആശയം മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾക്കും പിന്നെ ഇസ്രായേലിനെ തള്ളി പറയാൻ പറ്റത്തില്ല. ഇസ്രായേൽ ചെയ്യുന്ന ശരിയാന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പൊ ഈ ഒരു ഇൻഫിഡൽസ് ടീം എന്ന് പറയുന്ന ആ ഒരു ടീമിന്റെയും പ്രശ്നം അത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലാക്കിയുള്ളത്. അപ്പൊ നമ്മുടെ നമ്മുടെ ഈ ഒരു ഇസ്ലാമിക വിമർശനം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന യൂട്യൂബിലൂടെ രംഗത്ത് വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ വിശകലനം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പലർക്കും പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള ഒരു വീക്ഷണം മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവര് ഇസ്ലാമിന് അവര് മനസ്സിലാക്കിയിട്ടുള്ള മതം മുഹമ്മദ് കാണിച്ചു തന്നിട്ടുള്ള മതമായിട്ടാണ് അവര് കണക്കാക്കുന്നത്. അപ്പൊ അതിന് മതപരമായിട്ടുള്ള ഒരു ആംഗിൾ മാത്രമേ അവർ കാണുന്നുള്ളൂ. അതിന്റെ സാംസ്കാരിക, സാമുദായിക, സാമ്പത്തിക, രാഷ്ട്രീയ സംഭവങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അവരുടെ ഇസ്ലാമിനെ പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് തന്നെ ഒരു ഫാഴ്സിക്കൽ ആയതുകൊണ്ടാണ് അവർ ഈ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ
ഈ പൊതുവേ നമ്മുടെ പൊളിറ്റിക്കൽ ഇസ്ലാം കാണിക്കുന്ന തക്കിയ പരിപാടികളും വിക്ടം കാർഡ് പ്ലേയിങ്ങും ഇങ്ങനത്തെ ഹിപ്പോക്രസി അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഈ മീഡിയ നെറേറ്റീവ് സെറ്റ് ചെയ്യുന്ന പരിപാടികൾ, ഇതൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം എന്താണെന്ന് അവർ മനസ്സിലാക്കാത്തതിനുള്ള പ്രശ്നങ്ങളായിട്ടാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെയാണ് ഇതിനെ ഞാൻ വിശകലനം ചെയ്യുന്നത്. അപ്പൊ അത് ഇപ്പോ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ജബ്ബാർ മാഷിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അക്കാഡമിക്കലി റിലീജിയസ്ലി പുള്ളിക്കാരൻ ഇസ്ലാമിനെ പിന്നെ വിമർശിക്കുന്നതും അത് ഇസ്ലാമിന്റെ റിലീജിയസ് രീതിയിൽ അതിനെ വിമർശിക്കാനും അതിനെ മനസ്സിലാക്കാനും ഒക്കെ അദ്ദേഹം വളരെ ഫലപ്രദമാണ്. പക്ഷെ അദ്ദേഹം അപ്പോഴും അപ്പൊ ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് വന്ന ജാമിദ ടീച്ചർ ആണെങ്കിലും ലിയാഖത്ത് ഇതേപോലെ തന്നെ അതിനൊരു മതപരമായിട്ടുള്ള സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വിമർശിക്കുന്ന ഒരാളാണ്. അതിന് ഇനിയിപ്പോ ജാമിദ ടീച്ചറിന് ഫസൽക്കാരനാണെങ്കിൽ അതിന്റെ സാമുദായികപരമായിട്ടുള്ള അതിന്റെ സാംസ്കാരികപരമായിട്ടുള്ള തലങ്ങളിലോട്ട് അതിന്റെ ഇപ്പോഴത്തെ വിഷയങ്ങളായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ വിമർശിക്കുന്നു. പക്ഷെ ഇതിന്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ആംഗിളിലോട്ട് വരുമ്പോൾ അതിനെ ഒത്തിണങ്ങിക്കൊണ്ട് വിമർശിക്കുന്ന ആളെ ടേസ്റ്റ് തന്നെ ഉള്ളൂ എന്നുള്ളതാണ് എന്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ ഈ ഇസ്രായേലിനൊപ്പം നിൽക്കാൻ പറ്റുന്നതും അത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതും അപ്പൊ ആ ഒരു രീതിയിൽ അതിന് ആർട്ടിക്കുലേഷൻ ചെയ്യാൻ പറ്റുന്നതും അത് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇപ്പൊ എന്നെ സമയത്തോളം ഞാൻ ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വശങ്ങൾ താങ്കൾ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഇനി അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇവർക്കൊക്കെ പ്രശ്നം ഇവർ ഈ മതപരമായിട്ടുള്ള ആംഗിള് കാണുന്നുള്ളൂ എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രശ്നം. പിന്നെ ഇന്ന് തന്നെ ഇപ്പൊ ഒരു ലാവലീഷറായിട്ടുള്ള ലിയാഖത്തിന്റെ ഒരു പിന്നെ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു, ഡിസ്കഷൻ. അതിൽ അവസാനം കൺക്ലൂഷൻ ലിയാഖത്ത് പറഞ്ഞൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമോഫോബിയ ഞാനും ഒരു പ്രശ്നമായി കണക്കാക്കുന്നു, അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഞാനും നോക്കുന്നുണ്ട്. അപ്പോ പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളെ പറയാൻ ഇസ്ലാമോഫോബിയ വെച്ചിട്ട് നമ്മളെ ക്യാൻസൽ ചെയ്യാൻ നോക്കുമ്പോൾ അതിനെ എനിക്ക് പിന്തുണയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം അവിടെ പറയേണ്ടിയിരുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് അതൊരു തെറ്റായിട്ടുള്ള നിർവചനമാണെന്നുള്ളതാണ്. ഇസ്ലാമോ ഫിയർ ആണ് ശരിയായിട്ടുള്ള നിർവചനം. അതൊരു റാഷണൽ ഫിയർ ആണ് ഇസ്ലാമിനോടുള്ളത്. അത് റാഷണലൈസ് ചെയ്യണം, അത് നോർമലൈസ് ചെയ്യണം. എന്നാൽ തന്നെ മുസ്ലിമോഫോബിയ നമുക്കില്ലായ്മ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇസ്ലാമോ ഫിയറിന് ഇസ്ലാമോഫോബിയ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് കൊണ്ട് മാത്രമാണ് മുസ്ലിമോഫോബിയ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകുന്നതും അത് അഡ്രസ്സ് ചെയ്യാത്തത് കൊണ്ടാണ് പല നിരപരാധിയായിട്ടുള്ള മുസ്ലിങ്ങളും ഇതിൽ കടന്ന് കളിക്കുന്നത്, പ്രശ്നത്തിൽ ഏർപ്പെടുന്നതും. എക്സ് മുസ്ലിങ്ങളുടെ വിഷയത്തിൽ തന്നെ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ എക്സ് മുസ്ലിങ്ങളുടെ കേസിൽ എക്സ് മുസ്ലിം സാഹിൽ, പിന്നെ ആരിഫ് ഭായി കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല, എക്സ് മുസ്ലിം സാഹിൽ എക്സ് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക നിയമം കൊണ്ടുവരണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. കാരണം ബാക്കിയുള്ള മതങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇസ്ലാമിലാണ് നമ്മളൊരു മതം വിട്ടു പോരുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത്. അപ്പോൾ മതം വിട്ടു പോരുന്നവരെ സംരക്ഷിക്കുന്ന രീതിയിൽ എക്സ് മുസ്ലിങ്ങളെ തന്നെ വെച്ചിട്ട് ഒരു നിയമം കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറയുന്നത്. അതിന് ഏറ്റവും കൂടുതൽ പ്രാപ്തമായിട്ട് ഇപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്സിൽ അത് കൊണ്ടുവരാൻ പറ്റുന്ന പിന്നെ ഭരണകൂടം എന്ന് പറയുന്നത് BJP ആണ്. അവർ ഏതുപോലെയാണ് മുത്തലാഖ് കൊണ്ടുവന്നത്, ഏതുപോലെയാണോ ആർട്ടിക്കിൾ പിന്നെ 370 പിന്നെ കാശ്മീരിൽ എടുത്തു കളഞ്ഞത്, ഇപ്പൊ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നത്. ഇനി യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകുമെന്ന് മതം വിട്ടവർക്കാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ അടുത്തതായിട്ട് ഈ ഒരു നിയമനിർമ്മാണം ഈ യൂണിഫോം സിവിൽ കോഡിന്റെ കീഴിലോ അല്ലെങ്കിൽ അതിന്റെ ഒപ്പമായിട്ട് പാരലലി എക്സ് മുസ്ലിം എന്നുള്ള രീതിയിലൊരു നിയമനിർമ്മാണം കൊണ്ടുവരണം എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ യൂണിഫോം സിവിൽ കോഡിന് ശേഷം ആ ഒരു സംഭവം ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ഇസ് ദി നീഡ് ഓഫ് ദി അവർ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അത് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇനി ഞാനൊന്ന് ലോകത്തിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ കേരളത്തിലോട്ട് വരാം. ഈ ഇടത്തന്മാരുടെ ഇരട്ടത്താപ്പിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ വിചാരിക്കണത്. അപ്പൊ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് 2 ആഴ്ച മുന്നേ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ലല്ലോ, സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. സൽമാൻ പറഞ്ഞതിൽ ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്യാം. ഈ ലിയാഖത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനത് കണ്ടിട്ടില്ല കേട്ടോ, ഇന്ന് യാത്രയിൽ പുറത്തൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും അത് കാണാൻ പറ്റിയിട്ടില്ല. ഇനി കാണാൻ പറ്റുമെന്ന് അറിയില്ല, പോട്ടെ. എന്തായാലും ആ പറഞ്ഞ കാര്യം ഇസ്ലാമോഫോബിയ, ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനം ശരിയല്ല. ഇത് റാഷണൽ ഫിയർ ആണ്, ഇത് ഇറാഷണൽ ഫിയർ അല്ല എന്ന് പറഞ്ഞിരുന്ന ആളാണ് ലിയാഖത്ത് ഒരു കാലത്ത്. ഇപ്പോൾ അതിന്ന് മറ്റേ കുഴിയാന നടക്കണ മാതിരി നടക്കുന്നു എന്ന് വരുമ്പോൾ അതെന്തിനു വേണ്ടിയിട്ട്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും ലിയാഖത്തും പിന്നെ ജബ്ബാർ മാഷും പിന്നെ വേറൊരാളും കൂടി, ഞങ്ങൾ 3-4 പേര് കൂടി ഇരുന്നിട്ട് സൊറ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി, മുർത്തദ്ദുകളുടെ സൊറ അങ്ങനെ കണ്ടു പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഈ നമ്മളുടെ പാലസ്തീൻ ഇഷ്യൂ, നമ്മൾ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ പറയുകയും അതിനകത്ത് മതമാണ് പ്രശ്നം എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ 3-4 പേര് കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ, അത് 2021 അങ്ങാണ്ട് വന്നതാണ്. ഇപ്പം നോക്കുമ്പോൾ ആ വീഡിയോ അവിടെ മുക്കിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അന്ന് പറഞ്ഞ സാധനവും ഇന്ന് പറഞ്ഞ സാധനവും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് നേർ ഓപ്പോസിറ്റ് നിൽക്കുന്ന സംഗതിയാണ്. അന്ന് പറഞ്ഞത് മുഴുവൻ ഇന്നിപ്പോൾ റദ്ദാക്കുകയാണ്. അതാണ് അവസ്ഥ. അപ്പം ആ വീഡിയോ മുക്കുകയാണ്. നമ്മളൊന്നും ചാനലിൽ ഒരു വീഡിയോ പോലും മുക്കേണ്ടി വന്നിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു സമാധാനം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മുക്കാൻ പോവാണ് കേട്ടോ ഒരു വീഡിയോ. ധർമ്മസ്ഥലയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ പറഞ്ഞു വെച്ചത് അത് അന്വേഷണം നടക്കട്ടെ, തെളിയട്ടെ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. മുക്കേണ്ടി വരില്ല, പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ചില പുതിയ വാർത്തകൾ വന്നിട്ടുണ്ട്. യെസ്, സൽമാൻ കണ്ടിന്യൂ ചെയ്തു. കാണുന്നുണ്ടോ? ഒരു ആഡ് ബ്ലോക്കർ ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. ആഡ് ബ്ലോക്കർ പൈസ അതുകൊണ്ട് ഇതൊക്കെ ഫ്രീ ടൂളാണെന്ന്. ഫ്രീ ആണോ? പിന്നല്ലാണ്ട് ശാസ്ത്രജ്ഞന്റെ ഗത്യന്തരമില്ലാത്ത ജീവിതമാണ് അതുകൊണ്ട്. ശരി, ഓക്കെ. ഇത് ഓക്കെ. അപ്പോൾ ഇതൊരു 3-4 മുന്നേ, ഒരാഴ്ച മുന്നേ, 2 ആഴ്ച മുന്നേ വന്ന ന്യൂസാണ്. അതായത് ജർമ്മനീസ് മെഴ്സ് ബക്കിൾഡ് അണ്ടർ പ്രഷർ ടു ഇമ്പോസ് ആർംസ് എംബാർഗോ ഓൺ ഇസ്രായേൽ, നെതന്യാഹു അസേർട്സ്. അതായത് ഇസ്രായേൽ ഇപ്പോൾ പൊതുവെ യൂറോപ്പിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയമാണ്. അതായത് ഇസ്രായേലുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം. ഇത് വിച്ഛേദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളിൽ വലിയ വർത്താനം പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇടത്തന്മാരാണ്. അപ്പോൾ ഇതിൽ ഇടത്ത് ഗവൺമെന്റ്സ് ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് പൊതുവെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇസ്രായേലിലെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കണം എന്നുള്ളത്. അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ സ്പെയിനാണ്. അത് കഴിഞ്ഞിട്ട് അയർലൻഡും നോർവേയാണ്. ഇവർ 3 ആൾക്കാരാണ് ഇപ്പോൾ യൂറോപ്പിൽ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാർ. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും ഇടത്തും നിന്നിരുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ വലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലത് ഗവൺമെന്റിനെ വരെ നിർക്കപ്പുറതി കൊടുക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭവമാണ് ഇത്. നെതന്യാഹു പറയണത് ജർമ്മനിയിലുള്ള ഈ വലത് ഗവൺമെന്റും ഫ്രെഡറിക് മെർസിന്റെ ഗവൺമെന്റിനെ പ്രഷർ കാരണം അത് നിർത്തിപ്പിക്കാൻ നോക്കുകയാണെന്നുള്ള. അപ്പൊ പ്രഷർ എവിടുന്നാ വരുന്നത്? ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം. യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞിട്ട് യൂണിയനിൽ നിലനിൽക്കുന്ന ആൾക്കാരൊക്കെ ബെൽജിയം സെൻട്രൽ ആയിട്ടുള്ള ബ്രസൽസ്, യൂറോപ്യൻ യൂണിയന്റെ ഹെഡായിട്ട് വരുന്ന ബ്രസൽസിന്റെ ഒരു പ്രഷർ ഇതിൽ വരുന്നത്. വോണ്ടർ ലിയൻ എന്നൊക്കെ പറയുന്ന പുള്ളിക്കാരിന്റെ ഒക്കെ ഹെഡ് ചെയ്യുന്ന ആ ഒരു സംഭവം. അപ്പൊ ഇവരുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് പൊതുവെ ഈ ഒരു ബോഡി, യൂറോപ്യൻ യൂണിയന്റെ ഒരു ബോഡി ഒരു ലെഫ്റ്റ് ലീനിങ് ആയിട്ടുള്ള സംഭവമായിരുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് 2015 ബോർഡർ തുറന്നു കൊടുക്കുന്നതും. ആംഗല മെർക്കലിനെ പോലത്തെ ആൾക്കാർ ഇതിനൊപ്പം നിന്നിട്ട് ഇതിനെ ബോർഡർ തുറന്നു കൊടുക്കും. പുള്ളിക്കാരെ ഇതിന്റെ മെയിൻ ആളായിരുന്നു ലെഫ്റ്റ് സെൻട്രിക് പൊളിറ്റിക്സിന്റെ. അപ്പൊ ഇത് തുറന്നു കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു പ്രോപ്പർ വെറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ ഇങ്ങനത്തെ കുറെ ആൾക്കാരെ ഇങ്ങോട്ട് കയറ്റി അയച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ യൂറോപ്പ് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. ഇപ്പോഴും ജർമ്മനിത്തെ പലരും ആംഗല മെർക്കലിനെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവം, അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ അങ്ങനത്തെ കുറച്ചൊരു സംഭവങ്ങൾ ലെഫ്റ്റ് സെൻട്രിക് സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം തന്നെയാണ് എപ്പോഴും പറയുന്നത്. അതായത് ഒരു യൂറോപ്യൻ യൂണിയന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വേൾഡ് വ്യൂ, യൂറോപ്യന്റെ വേൾഡ് വ്യൂ അത് തിരുത്തി കുറിക്കേണ്ട സമയമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത്. അവരുടെ ഈ ലെഫ്റ്റ് സെൻട്രിക് പൊളിറ്റിക്സ് കാരണം യൂറോപ്പ് ചാമ്പലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഈ ലെഫ്റ്റ് സെൻട്രിക് പൊളിറ്റിക്സിനെ യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനമായിട്ട് വരുന്ന ബ്രസൽസ് ബേസ്ഡ് യൂറോപ്യൻ യൂണിയന്റെ ഈ ഒരു രീതികള് ലെഫ്റ്റ് സെൻട്രിക് പൊളിറ്റിക്സിന് ഇനിയും പിന്തുണച്ച് കഴിഞ്ഞ് യൂറോപ്പ് ഇനിയും കൂപ്പുത്താൻ പോകണേ ഉള്ളൂ. അപ്പൊ ഇതിനെതിരെ ആദ്യമായിട്ട് വന്നത് ഹംഗറിത്തെ സ്വയം ബാഡ് ബോയ് ഓഫ് യൂറോപ്പ് എന്ന് ഒരു കാലത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഹംഗറിന്റെ പ്രൈം മിനിസ്റ്റർ തന്നെയാണ്, പ്രസിഡന്റ് തന്നെയാണ് ഇതിനെതിരെ വന്നത് ആദ്യമായിട്ട്. ഇപ്പൊ അതെല്ലാവരും ഉയർത്തിപ്പിടിക്കുകയാണ്. പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റ് ഇത് പറയുന്നു, ഇത് പിന്നെ ഡിസ്മാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഒരു ഡീകൺസ്ട്രക്ഷൻ യൂറോപ്യൻ യൂണിയനിൽ വേണ്ടി വരണം എന്ന് പറയുന്നു. അങ്ങനെ ഒരു വിസഗ്രാഡ് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ഇത് ഓൾറെഡി ഈ ഒരു സംഭവം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളവരാണ് ഈ ഒരു ദേ ഹാവ് ടു കം ഓൺ ദി സെയിം ഷിപ്പ്, അങ്ങനത്തെ ഒരു രീതിയിലാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ഇതാണ് ഒന്നാമത്തെ ന്യൂസ്. ഇനി അപ്പോൾ ഈ നമ്മുടെ നെതന്യാഹു ഇത് പറഞ്ഞതിന് ശേഷം ഇന്നലെ വന്ന ന്യൂസാണത്. കാണുന്നില്ല. Sorry. Okay. Yeah. German government calls recognition of Palestinian state counterproductive. ഏതുപോലെയാണ് നെതന്യാഹു 2 ആഴ്ച മുന്നേ പറഞ്ഞത്. അതായത് അവരുടെ
മെർസിന്റെ മുന്നിൽ മെർസിന്റെ ഗവൺമെന്റിനായിട്ട് പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സത്യമായി പ്രൂവ് ചെയ്യപ്പെടുകയാണ്. അതായത് ജർമ്മൻ ഗവൺമെന്റ് കോൾസ് റെക്കഗ്നിഷൻ പലസ്തീനിയൻ സ്റ്റേറ്റ് കൗണ്ടർ പ്രൊഡക്റ്റീവ്. ഇതേ ജർമ്മൻ ഗവൺമെന്റാണ് 2 ആഴ്ച മുന്നേ പറഞ്ഞിരുന്നത് പലസ്തീൻ ഗവൺമെന്റ് ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നുള്ളത്. ഇപ്പൊ അവര് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞപ്പോൾ നെതന്യാഹു പറഞ്ഞിരുന്നു, ഇത് ഇവര് കളിക്കുകയാണ്, ഇതിന്റെ പിന്നിൽ കളിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു, അവരുടെ ഇഷ്ടം കൊണ്ടല്ല നടക്കണമെന്ന് പറയുന്നുണ്ട്. ഇന്നാണ് ഇപ്പൊ ന്യൂസ് വരുന്നത്, ജർമ്മൻ ഗവൺമെന്റ് പറയുന്നത് കോൾസ് റെക്കഗ്നിഷൻ പലസ്തീൻ സ്റ്റേറ്റ് കൗണ്ടർ പ്രൊഡക്റ്റീവ് എന്ന് അവർ തന്നെ പറഞ്ഞു വരികയാണ്. അപ്പൊ അവിടെ ഒരു സത്യമാവുകയാണ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ. അപ്പോൾ ഇടത്തന്മാർ ബോക്സ്റ്റേഴ്സ് യു ക്യാൻ നോട്ട് ദിസ് എന്നുള്ളതാണ്. ഇനി അടുത്ത ലെഫ്റ്റിന്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, UK ആദ്യമായിട്ട് പിന്നെ ആ ഒരു ഗ്രൂമിംഗ് ഗാങ് സ്കാൻഡൽ പുറത്തു കൊണ്ടുവന്ന ആളാണ് നമ്മുടെ ടോമി റോബിൻസൺ. ഇയാൾ അത് കുറച്ച് വർഷം മുന്നേ കൊണ്ടുവന്നപ്പോൾ ഇയാൾ തീവ്രവാദിയായി മുദ്രകുത്തി, വൈറ്റ് സുപ്രീമസിസ്റ്റ് ടെററിസ്റ്റ് ആയിട്ട് മുദ്രകുത്തി പുള്ളിക്കാരൻ ജയിലിലടക്കുകയാണ്. എന്നിട്ട് അന്നത്തെ ഒരു ലിസ്റ്റ് ഉണ്ട്, ടോപ്പ് ടെററിസ്റ്റ് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞ്. എന്നിട്ട് അതിൽ പുള്ളിക്കാരൻ കമ്പാരിസൺ ചെയ്തിരിക്കുന്നത് ഒസാമ ബിൻ ലാദനൊക്കെ ആയിട്ടാണ്. ഇതാണ് ലെഫ്റ്റുകളുടെ ഒരു രീതി എന്ന് പറയുന്നത്. എന്നിട്ട് ഇപ്പൊ അടുത്ത് ഗ്രൂമിംഗ് ഗാങ്സ് സത്യമാണെന്ന് പിന്നെ ഗവൺമെന്റ് അംഗീകരിക്കണമെന്നില്ല, ലെഫ്റ്റ് ഗവൺമെന്റ് ആയതുകൊണ്ട് ജനങ്ങളുടെ പ്രഷർ കാരണം ഗവൺമെന്റ് അവസാനം അംഗീകരിച്ചിട്ട് അതിനെതിരെ ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിന് അന്വേഷണം കൊണ്ടുവരുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടോമി റോബിൻസന്റെ ഈ റോള് നമ്മൾ ഓർക്കുകയാണ്. ലെഫ്റ്റുകൾ എങ്ങനെയാണ് ഇരട്ടത്താപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ഉള്ളിൽ കയറി കളിച്ചുകൊണ്ട് ഈ ഓയിക്കോഫോബിക് ആയിട്ടുള്ള സ്വന്തം രാജ്യത്തിന് തന്നെ കുരുതി കൊടുത്തുകൊണ്ട് സ്വന്തം കീശ വീർപ്പിക്കാൻ നോക്കുന്ന രീതികളാണ് ലെഫ്റ്റുകളുടെ ഒരു പ്രധാന രീതി എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുണ്ട്, കേരളത്തിലോട്ട് ഞാൻ വരുന്നുണ്ട് യൂറോപ്പ് കഴിഞ്ഞിട്ട്, അപ്പൊ മനസ്സിലാവും. അപ്പോ ഇതാണ് ഒരു കാര്യം. ഇനി അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെ ലെഫ്റ്റുകളുടെ മീഡിയ രീതികളാണ്. അതായത് BBC ഫോഴ്സ്ഡ് ടു ചേഞ്ച് ഹെഡ്ലൈൻ ആഫ്റ്റർ ക്ലെയിമിംഗ് ഗാസൻ ക്യാൻസർ പേഷ്യന്റ് ഡൈഡ് ഓഫ് മാൽന്യൂട്രീഷൻ. ഒരു 5 ദിവസം മുന്നേ വന്നൊരു ന്യൂസാണ്. അതായത് അവര് ഏതോ ഒരു നാട്ടില് മരിച്ച ക്യാൻസർ പേഷ്യന്റിന്റെ ഫോട്ടോ എടുത്തിട്ട് ഗാസയിൽ പട്ടിണി കാരണം മരണപ്പെട്ടാന്ന് പറയുന്ന ഈ രീതിയിലുള്ള മിസ്ഇൻഫർമേഷൻ ഡിസ്ഇൻഫർമേഷനുമാണ് ഇവിടെ പരത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് പിന്നെ കുട്ടികൾ മരിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്രായേലിന്റെ പ്രശ്നം ഞാൻ അവരോട് ചോദിച്ചത് ഇസ്രായേൽ സ്വന്തം കുട്ടികളെ മരിക്കാൻ സമ്മതിക്കാതെയാണോ നിങ്ങളെ പ്രശ്നം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവര് ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള കാര്യങ്ങൾ കാണുന്നില്ല. മൊസാംബിക്കില് പിന്നെ കഴുത്തറുത്ത് കൊല്ലുന്നത് കാണുന്നില്ല, നൈജീരിയയിൽ കഴുത്തറുത്ത് കൊല്ലുന്നത് കാണുന്നില്ല ഇസ്ലാമിസ്റ്റുകൾ. അങ്ങനെ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ കാണുന്നു, മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും കഴുത്തറുത്ത് കൊല്ലുന്നത് കാണുന്നില്ല. ഇതൊന്നും ഇവര് കാണുന്നില്ല. ഇവർക്ക് ഇത് മാത്രം ഈ ലെഫ്റ്റുകളുടെ ഒരു രീതിയാണ്. അവര് പറയുന്നത് മാത്രമാണ് ശരി. ബാക്കിയുള്ളവർ എന്തെങ്കിലും പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന സോഷ്യൽ ജസ്റ്റിസ് അത് മാത്രമാണ് ശരി. അവർ പറയുന്ന അജിറ്റേഷൻ, അവർ ചെയ്യുന്ന അജിറ്റേഷൻ മാത്രമാണ് ശരി. അതിനെ കൗണ്ടർ ആയിട്ടോ അല്ലെങ്കിൽ വേറൊരു അജിറ്റേഷനോ അല്ലെങ്കിൽ വേറെ അജിറ്റേഷനോ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ അവരൊക്കെ ക്യാൻസൽ ചെയ്യുക, അവരൊക്കെ തെറ്റുകളാണ്. അല്ലെങ്കിൽ അവരൊക്കെ ഓരോ ടാഗുകളിൽ സംഘി എന്നും മങ്കി എന്നും പറഞ്ഞ് ടാഗ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ലെഫ്റ്റുകളുടെ ഒരു രീതിയാണ്. ആ ലെഫ്റ്റിന്റെ ഇപ്പത്തെ വേർഷനാണ് വോക്കിസ് എന്ന് പറയുന്നത്, ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട രീതി. അപ്പം ഒരു കാര്യം പറയുമ്പോൾ അതിന് ബാൻഡ് വാഗൻ ഫെല്ലസി അധിക പേരും അതിനെ എതിർക്കുകയാണ്. ലോകം മൊത്തം ഇന്ന് ഇസ്രായേലിനെതിരാണെന്ന് പറയുന്ന ആ ബാൻഡ് വാഗൻ ഫെല്ലസി മുന്നോട്ട് കൊണ്ടുവരിക, അപ്പീലിംഗ് ടു ഇമോഷൻസ് എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരിക, ഇതൊന്നല്ല യഥാർത്ഥ രീതിയിലുള്ള ഡിബേറ്റിന്റെ രീതികൾ. ഇത് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കൺസിഡർ യുവർ സെൽഫ്, യു ഹാവ് ടു ലുക്ക് ഇൻ ദി മിറർ ആൻഡ് സീ ദാറ്റ് യു ഹാവ് ബീൻ മാനിപ്പുലേറ്റഡ്, യു ഹാവ് ബീൻ ഇൻഡോക്ട്രിനേറ്റഡ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതാണ് അടുത്ത രീതി. ഇനി അടുത്തൊരു അപ്പോൾ ഇങ്ങനത്തെ ലെഫ്റ്റുകളിലെ ഇരട്ടത്താപ്പ് നയങ്ങൾ കാരണം സ്വന്തം രാജ്യത്തെ ആൾക്കാരെ സ്വന്തം രാജ്യത്തിനെ വിറ്റുകൊണ്ട് കീശ ഇറക്കുന്ന രീതികൾ കാരണം ജനങ്ങൾ തന്നെ മുന്നോട്ട് ഇറക്കുകയാണ്. ഇതാണ് UK എന്ന് വന്ന വേറെ ന്യൂസ്. പ്ലാൻസ് ടു കൺവേർട്ട് empty units into migrant housing in deprived town are axed after local protests എന്ന് പറയും. അതായത് അവിടുത്തെ ഓരോ ഹോട്ടൽസിനെ എടുത്തിട്ട് അവിടെ വരുന്ന മൈഗ്രൻസിനെ തിങ്ങിപ്പാർപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ആ മൈഗ്രൻസിനെ തിരിച്ചയക്കാതെ അവരെ തിങ്ങിപ്പാർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ട രീതികൾ അവരെ തിരിച്ചയച്ചു കഴിഞ്ഞാൽ അത് ആന്റി ഹ്യൂമനിസ്റ്റ് ആണ്, അത് മനുഷ്യത്വ വിരുദ്ധമാണ്, മാനവിക വിരുദ്ധമാണെന്ന് പറയുന്ന അതേ രീതികൾ നാട്ടിൽ പറയുന്ന ലെഫ്റ്റുകൾ പറയുന്ന രീതികൾ, ലോകത്തെമ്പാടും ലെഫ്റ്റുകൾ പറയുന്ന അതേ രീതികളാണ് ഇവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഗവൺമെന്റും ലെഫ്റ്റ് ഗവൺമെന്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ജനങ്ങൾ അവരെ മുന്നിട്ടിട്ട് ജനങ്ങൾ അവിടെ എന്താ പറയാ അതിനെതിർക്കുകയാണ്. അപ്പൊ ജനങ്ങളുടെ പ്രഷർ കാരണം ഡെമോക്രസീന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. അതായത് ജനങ്ങൾ മുന്നിട്ട് ഇറങ്ങുന്നത് കൊണ്ട് ഗവൺമെന്റിന് പ്രഷറൈസ് ചെയ്തുകൊണ്ട് ഇറങ്ങുമ്പോൾ ഗവൺമെന്റ് വേറെ നിർത്തില്ലാതെ വരുന്ന ഘട്ടങ്ങളാണ് ഈ സൂചിപ്പിക്കുന്ന രീതികൾ. UK എന്ന് വന്ന ന്യൂസാണ്. അപ്പോൾ ഇതാണ്. ഇനി അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ന്യൂസാണ്.
യു കെയിൽ നിന്നിട്ടുള്ളതാണ്. യു കെ ലണ്ടനിൽ നിന്നിട്ടാണ്. അതായത് വർക്ക് കൗൺസിൽ ടെൽസ് സ്റ്റാഫ് ടു കോൾ പാരന്റ്സ് കെയർ ഗിവേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് മോം ആൻഡ് ഡാഡ് ഇൻ ഇൻക്ലൂസിവിറ്റി ഗൈഡ്. ഇതാണ് പിന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് യൂറോപ്പിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ട്രിവ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് എടുത്തു വെച്ചുകൊണ്ട് അതിനെ സോഷ്യൽ ജസ്റ്റിസ് എന്ന് വിളിച്ചു. ആൾക്കാരുടെ ആൾക്കാരുടെ അറ്റൻഷന് ഡൈവേർട്ട് ചെയ്യുന്നത്. സ്വന്തം ഉമ്മാനെയും പാപ്പാനെയും അല്ലെങ്കിൽ സ്വന്തം അച്ഛനെയും അമ്മേനെയും പിന്നെ കെയർ ഗിവേഴ്സ് എന്ന് വിളിക്കാൻ പാടുള്ളൂ, അച്ഛൻ അമ്മ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയുന്ന രീതികളിലുള്ള അതാണ് പോലും ഇൻക്ലൂസിവിറ്റി, അതാണ് പോലും സോഷ്യൽ ജസ്റ്റിസ്, ഇതാണ് വോക്കിസം എന്ന് പറയുന്നത്. ഈ രീതിയിലുള്ള അധപതനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സിന്റെ കീഴിൽ. അപ്പൊ ഇങ്ങനത്തെ രീതിയിലുള്ള ഇൻകോമ്പറ്റന്റ് ആയിട്ടുള്ള ആൾക്കാർ കാരണം, സ്വന്തം രാജ്യം വിറ്റ് വീഴ്ച വീർപ്പിക്കുന്ന ആൾക്കാർ കാരണം, ലെഫ്റ്റ് ലിബറൽ വോക്സ്റ്റേഴ്സ് കാരണം, മുസ്ലിം ബ്രദർഹുഡ് പോലത്തെ ഉള്ള തീവ്രവാദി സംഘടനകൾ പറയുമ്പോൾ നമ്മുടെ സൗദി അറേബ്യ, UAE പോലത്തെ രാജ്യങ്ങൾ, പിന്നെ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ബാൻ ചെയ്യപ്പെട്ട ഈജിപ്ത്, സിറിയ, ലബനോൻ പോലത്തെ രാജ്യങ്ങളിൽ ബാൻ ചെയ്തിട്ടുള്ള, ലബനാൻ ഉണ്ടോന്ന് അറിയില്ല, അപ്പൊ ഈ പോലത്തെ രാജ്യങ്ങൾ ബാൻ ചെയ്തിട്ടുള്ള ഒരു ഇസ്ലാമിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. ഇപ്പൊ US-ലും ഫ്രാൻസിലും ബാൻ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സാധനം ഈ വോക്കിസം കാരണം, ഈ ലെഫ്റ്റ് ലിബറൽ പ്രശ്നങ്ങൾ കാരണം ശരിയായ പ്രശ്നങ്ങളെ അംഗീകരിക്കാതെ, ശരിയായ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാതെ, ഇങ്ങനത്തെ ആൾക്കാരുടെ മീഡിയ അറ്റൻഷനെയും ഇങ്ങനത്തെ മീഡിയ വെച്ചിട്ട് ഇങ്ങനത്തെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്ന, കോമൺ പോപ്പുലേഷൻ്റെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള സാധനങ്ങൾ ഉള്ളിൽ കയറി മേഞ്ഞുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിൽ. അതിൻ്റെ ഒരു ന്യൂസാണിത്. അപ്പോൾ ഇതിപ്പോൾ റിപ്പോർട്ടുകൾ ഫ്രാൻസിൽ നിന്നാണ് അടുത്ത് വന്നത്. ഇപ്പോൾ ഫ്രാൻസ് പുറത്ത് വന്നതിന് ശേഷം ബെൽജിയത്തിലും സ്വീഡനിലും ഒക്കെ ഈ രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തണം എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഇവിടെ ഇനി അടുത്തത് ഇതേപോലെ തന്നെ റിയാലിറ്റി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യൂറോപ്യൻ ലെഫ്റ്റ് ആൻഡ് പൊളിറ്റിക്കൽ ഇസ്ലാം ഇൻ യൂറോപ്പ്. ഇതേപോലെയുള്ള ഇവർ സ്വന്തം കീശ വീർപ്പിക്കാൻ സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇസ്ലാം മിഡിൽ ഈസ്റ്റിലുള്ള ഖത്തർ പോലത്തെ സാധനങ്ങളായിട്ട് ഒരു അൺഹോളി അലയൻസിൽ ഏർപ്പെട്ടുകൊണ്ട് അവരുടെ കീശ വീർപ്പിക്കാൻ വേണ്ടി പല പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഇവിടെയുള്ള പള്ളികൾ വഴിയും ഖത്തർ ഫണ്ടിനൊക്കെ പിന്നെ എന്താ പറയുക കോംപ്ലിസിറ്റ്ലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതി. കോംപ്ലിസിറ്റ്ലി മാത്രമല്ല, അവർ വേറൊരു രീതിയിൽ കൂടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ടോളറൻസ് സാധനമാണ്, റിലീജിയൻ ഓഫ് പീസ് ആണെന്ന് പറയുന്ന ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ആ രീതിയിൽ അങ്ങനത്തെ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ അതിനൊപ്പം കൂടും. അങ്ങനെ അതിനൊരു വോട്ട് ബാങ്ക് ബേസിസും കൂടി ആയിട്ട് ഉപയോഗിക്കുന്ന രീതികളാണ് യൂറോപ്പിൽ കണ്ടുവരുന്നത്. സ്വന്തം രാജ്യത്തിനെ വിറ്റുകൊണ്ട് പൈസ ഉണ്ടാക്കുന്ന രീതികൾ, സ്വന്തം മൂട്ടിനെ വെടിവെക്കുന്ന രീതികളാണ് ലെഫ്റ്റ് ലിബറൽസ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ ജനങ്ങൾ തന്നെ നിയമം കയ്യിലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഒരു ഇത് വായിക്കുകയാണ്, അതിൻ്റെ ഒരു ഹെഡിങ് മാത്രം വായിച്ചു പോവുകയാണ്. സ്പാനിഷ് ടൗൺ ബാൻസ് ഏലിയൻ മുസ്ലിം സെലിബ്രേഷൻസ് ആസ് മൈഗ്രന്റ് ടെൻഷൻസ് ത്രട്ടൻ ടു ബോയിൽ ഓവർ. അതായത് അവിടുത്തെ ജനങ്ങൾ തന്നെ കയ്യിലെടുക്കുകയാണ് നിയമം. അവർ പറയുകയാണ് ഇനി മുതൽ ഇവിടെ മുസ്ലിം സെലിബ്രേഷൻസ്, ഈദും താങ്ങാക്കോലും മാങ്ങാത്തോലും ഇവിടെ കൊണ്ടുവരരുത് എന്ന് പറയുകയാണ് അവർ. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ ജനങ്ങൾ തന്നെ കയ്യിലെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ജനങ്ങൾ നിയമം കയ്യിലെടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇതൊരു സംഭവം കൂടിയുണ്ട്, അത് ഞാൻ പറയാം. ജനങ്ങൾ കയ്യിലെടുക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഇത് നമ്മുടെ കൈപ്പള്ളി അദ്ദേഹം നമുക്ക് അയച്ചെന്നൊരു സംഭവമാണ്. പുള്ളിക്കാരൻ തന്നെ ഡാറ്റ അയച്ചെന്ന സംഭവമാണ്. അതായത് ഗവൺമെൻറ് എന്ന് പറഞ്ഞ സർവേ UK നടന്ന ഫൈൻഡിങ്സ് ആണ്. അപ്പോൾ ഇൻ ജനറൽ ഈ മുസ്ലിം ഇമിഗ്രൻസ് കാരണം ഇൻ ജനറൽ എല്ലാ ഇമിഗ്രൻസിനോടും ഹെയ്റ്റ് ഉണ്ടാവുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഇസ്ലാമിസ്റ്റുകൾ കാരണം എല്ലാ പിന്നെ ഇമിഗ്രൻസിനോട് ഒരു കോമൺ ഹെയ്റ്റ്രഡ് വരുന്ന ഒരു രീതി, ക്സിനോഫോബിയ വരുന്നൊരു രീതി ബ്രിട്ടനിൽ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളൊരു നഗ്നമായ സത്യം. ഇത് യൂറോപ്പിലൊക്കെ ഉള്ളൊരു അവസ്ഥയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ അതിൻ്റെ റിലീജിയസ് വശം കൂടിയായിട്ട് തരംതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യത്തിന് ആൾക്കാർക്ക് ഇപ്പോഴും കുറച്ചൊക്കെ ബോധമുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ഇമിഗ്രൻസിനെയാണ് അവർ ഏറ്റവും കൂടുതലും, ഇസ്ലാമിനെയും പിന്നെ ഇസ്ലാമിസ്റ്റ് ഇമിഗ്രൻസിനെയും മുസ്ലിം ഇമിഗ്രൻസിനെയാണ് അവർ വാരിയായിട്ട് നോക്കിക്കാണുന്നത്. അതിൽ തന്നെ ഇസ്ലാം ഈസ് നോട്ട് കമ്പാറ്റബിൾ വിത്ത് ബ്രിട്ടീഷ് വാല്യൂസ് എന്നുള്ളതിനെയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്.
അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതായത് പിന്നെ ഇസ്ലാമും വയലൻസും ഇൻ്റർട്വൈൻഡ് ആണ് എന്നുള്ളതിനെയാണ് കൂടുതലായിട്ട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. ഹിജാബ് എന്ന് പറയുന്നത് 49% അവർ പറയുന്നത്, മൊത്തത്തിലുള്ള ജനങ്ങൾ പറയുന്നത് അത് അവരുടെ ഫാമിലി ഇമ്പോസ് ചെയ്യുന്നതാണ്. അവർക്ക് ആസ് സച്ച് ദേ ഡോണ്ട് അഗ്രി വിത്ത് ഹിജാബ് മുസ്ലിം വുമൺ എന്നുള്ളൊരു അങ്ങനെ കുറേ ഒരു തിരിച്ചറിവ് വരുന്നുണ്ട്. മുസ്ലിങ്ങളുടെ ആക്ടിവിസം കാരണമാവാം, അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ മുഹമ്മദ് ഹിജാബിൻ്റെ പോലത്തെ പ്രാന്തന്മാരുടെ കാര്യങ്ങൾ കേട്ടിട്ട് കൊണ്ടാവാം. ആൾക്കാർക്ക് ബുദ്ധിയുണ്ടല്ലോ, അവർ മനസ്സിലാക്കുമല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഏറ്റവും കൂടുതൽ UK കണ്ടുവരുന്നത് ക്രിസ്ത്യൻ ഇമിഗ്രൻസിനെയാണ് അവരായിട്ട് ഫേവറായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞാൽ സിഖ് ഇമിഗ്രൻസിനെ, ഹിന്ദു ഇമിഗ്രൻസിനെയാണ് ഏറ്റവും അൺഫേവറബിളായിട്ട്. അത് 23% മാത്രമാണ് മുസ്ലിം ഇമിഗ്രേഷൻ അവർ പിന്തുണയ്ക്കുന്നത് എന്നുള്ളതാണ് കണ്ടുവരുന്നത്. ഈ രീതിയിലുള്ള ഒരു ബുദ്ധിപരമായിട്ടുള്ള സമീപനം ജനങ്ങളുടെ അടുത്ത് നിന്ന് വരുന്നുണ്ട്. പക്ഷേ ബുദ്ധിപരമല്ലാത്ത സമീപനങ്ങൾ കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ അയർലൻഡ് കണ്ടുവരുന്ന ഒരു അവസ്ഥ. അതായത് ഹറാസ്ഡ് ബൈ എ ചൈൽഡ്, ഇന്ത്യൻ ഒറിജിൻ ഫാമിലി റിക്കൗണ്ട്സ് റേഷ്യൽ അബ്യൂസ് ഇൻ അയർലൻഡ് അമിഡ് അറ്റാക്സ് ഓൺ ഇന്ത്യൻസ്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ഈ ക്സിനോഫോബിയ, ഈ ഇമിഗ്രൻസ് കാരണം വരുന്ന, മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള മുസ്ലിം ഇമിഗ്രൻസിന് കാരണം വരുന്ന പ്രശ്നങ്ങൾ കാരണം ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഒതൻറ്റിക് കേസുകളായിട്ടുള്ള വർക്ക് വിസയിലും പിന്നെ ഹൈ സ്കിൽഡ് ലേബർ വിസയിലും വരുന്ന നമ്മളെപ്പോലത്തെ ആൾക്കാരാണ് ഇത് കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇന്ത്യക്കാരാണ് ഇവർ കാണിക്കുന്ന, മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ആൾക്കാരും പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ആൾക്കാരും ഒക്കെ കാണിക്കുന്ന പ്രശ്നങ്ങൾ കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്കാർക്കാണ് ഇവിടെ പിന്നെ ഹറാസ്മെൻറ്റ് നേരിട്ടത് എന്നുള്ള ഒരു അവസ്ഥയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ, ഇതിൻ്റെ കോണ്ടെക്സ്റ്റിൽ തന്നെ യൂറോപ്പിലെ ന്യൂസാണ്. ഫാർ റൈറ്റ് പോപ്പുലിസ്റ്റ്സ് ടോപ്പ് പോൾസ് ഇൻ ജർമ്മനി, ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ ഫോർ ദി ഫസ്റ്റ് ടൈം. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡെമോക്രസി പിന്നെ നിലവിൽ വന്ന കാലഘട്ടത്തിന് ശേഷം ഫാർ റൈറ്റ് പോപ്പുലിസ്റ്റ്സ് ടോപ്പ് പോൾസ് ഇൻ, അതായത് യൂറോപ്പിലെമ്പാടുമുള്ള യൂറോപ്പിലെ ടോപ്പ് 3 എക്കണോമീസാണ് ജർമ്മനി, ഫ്രാൻസ് ആൻഡ് ബ്രിട്ടൻ. ആ 3 രാജ്യങ്ങളിലും ഫാർ റൈറ്റ് പിന്നെ പോൾസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ജനങ്ങൾ അധികവും ഫാർ റൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലോട്ട്. ജർമ്മനിയിൽ AfD സപ്പോർട്ട് ചെയ്യുകയാണ്, അൾട്ടർനേറ്റീവ് ഫോർ ഡച്ച്ലാൻഡ്. ഫ്രാൻസിൽ പിന്നെ ലേപ്പനിൻ്റെ പാർട്ടിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ബ്രിട്ടനിൽ റിഫോം UK നിഷൽ ഫറാജിൻ്റെ റിഫോം UK പിന്തുണയ്ക്കുകയാണ്. അവർ മാത്രമാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഫാർ റൈറ്റിൻ്റെ ആയതെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ വാരി ആയിക്കൊണ്ടിരിക്കേണ്ടതാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. പക്ഷേ ജനങ്ങൾ ഈ ഇടത് വലതിൻ്റെ ഈ ഒരു പ്രശ്നങ്ങൾ കാരണം, അവരുടെ ഇരട്ടത്താപ്പും അവരുടെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത സ്റ്റാൻസ് കാരണവും സെൻട്രിസ്റ്റുകളും സ്റ്റാൻസ് കാരണവും ഹിപ്പോക്രസിയൊക്കെ കാരണം ഫാർ റൈറ്റിലോട്ടാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്പിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഇത്. സ്വീഡനത്തെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് യൂറോപ്പിൻ്റെ പാരലൽ. ഇനി നമ്മൾ കേരളത്തിലോട്ട് വരികയാണ്. ഇപ്പോൾ അടുത്ത് ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. എക്സ് മുസ്ലിങ്ങൾക്ക് ഏറ്റവും നല്ല രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ പലരും വന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഏറ്റവും നല്ലത്, CPM ആണ് ഏറ്റവും നല്ലത്, അവരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണത്, അവർ കാരണമാണ് നമ്മളെ കേരളത്തിൽ ഏറ്റവും ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിൾസും ഒക്കെ ആരിഫ് ഭായിനെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ജമാഅത്ത് ഇസ്ലാമിനെ ഒരു ഭാഗത്ത് തീവ്രവാദികളെന്ന് വിളിക്കുന്നു, മദനീനെ പിന്നെ രാജ്യസ്നേഹി എന്ന് വിളിക്കുന്ന, പാവപ്പെട്ടവൻ എന്ന് വിളിക്കുന്ന രീതികളാണ് അവരുടെ ഇരട്ടത്താപ്പ്. അതായത് ഓൺലി ദേ ഹാവ് ദി റൈറ്റ് ടു പ്രൊട്ടസ്റ്റ് എന്നുള്ള രീതിയാണ് അവർ പറയുന്നത് മാത്രമാണ് ശരി. ആ രീതിയിലുള്ള ഹിപ്പോക്രറ്റിക് സംഭവങ്ങൾ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഒരു കാലത്ത് ഇടത്തോട്ട് തിരിഞ്ഞിരുന്ന ഞാൻ ഇപ്പോൾ പിന്നെ എവിടെയും ഇവിടെയും നട്ടം തിരിയാണ്ട് നേരെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇനി അപ്പോൾ ഈ ഇടത്തന്മാർ പിന്നെ കേരളത്തിനോട് ചെയ്തിരുന്ന വളരെ നല്ല വികസനപരമുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ കുറയുമ്പോൾ, അതായത് പണപ്പെരുപ്പം കുറയുമ്പോൾ, സാധനങ്ങൾക്ക് വിലകൾ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ മാത്രമാണ് സാധനങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് ലെഗസിയാണ് കേരളത്തിൻ്റെ കാര്യത്തിൽ. ഇതേപോലെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഓരോ കാര്യത്തിലും കമ്മ്യൂണിസ്റ്റ് ഭരണം കാരണം ഇതിന് കാരണം, ഈ പണപ്പെരുപ്പം കൂടാനുള്ള കാരണം പലതാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യൂണിയനുകളുടെ ഒരു രീതികളും ആ രീതിയിലുള്ള അവരുടെ വർക്കിങ്ങും പ്രശ്നങ്ങളാണ്. ഈ നോക്കുകൂലി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇത് ഫാക്ട്സാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാരണവും പിന്നെ ഇവിടെ ജോലി ഇല്ലാത്തത് കൊണ്ട്, ഇവിടെ IT കമ്പനി തുടങ്ങാൻ സമ്മതിക്കാത്തത് കൊണ്ട്, ഇവിടെ പിന്നെ ഡിജിറ്റൽ എക്കണോമി പോലത്തെ IT കമ്പനികളിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വേറെ പല രാജ്യത്തും പോകുന്നത് കൊണ്ട്
പിന്നെ അവിടുന്ന് പൈസ ഇങ്ങോട്ടൊക്കെ അയക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഇൻഫ്ലേഷൻ കൂടുകയാണ്, പണപ്പെരുപ്പം കൂടിയിട്ടാണ് ഇന്ന് ഇപ്പോൾ കേരളം കാണുന്ന അവസ്ഥയിലോട്ട് കേരളം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഒട്ടാനം പിന്നെ പണപ്പെരുപ്പം കുറയുമ്പോൾ കേരളത്തിൽ അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പണപ്പെരുപ്പമുള്ളൊരവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറയുമ്പോൾ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഇവിടെ തൊട്ടടുത്ത് വരുന്ന സംസ്ഥാനത്തിൻ്റെ 7 അലത്ത് കൂടി വരില്ല GDP-ൻ്റെ കാര്യത്തിൽ തമിഴ്നാടിൻ്റെ. എന്നിട്ടാണ് ഈ അവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നഗ്നസത്യം. പിന്നെ കേരളത്തിൻ്റെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ കാരണം കേരളത്തിൽ വന്നിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം കമ്മ്യൂണിസ്റ്റുകാർ പറയുന്ന പരിസ്ഥിതി സംരക്ഷണം മാത്രം ശരി. അവർ പിന്നെ ഭരണത്തിൽ വരുമ്പോൾ അവർ പിന്നെ വയനാട്ടിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭൂമി കയ്യേറിക്കൊണ്ടിട്ടുള്ള ടൂറിസം, ഈ പറഞ്ഞ പോലെ പുഴകളുടെ വശങ്ങൾ കയ്യേറിക്കൊണ്ടിട്ടുള്ള ഈ ടൂറിസം, ഇതിനൊക്കെ ഓരോ ടേംസ് ഉണ്ട് എൻവയോൺമെൻറ്റൽ സയൻസിൽ. അപ്പോൾ അങ്ങനത്തെ കുറേ രീതികൾ കൊണ്ടുവന്നുകൊണ്ട് അവർ പിന്നെ മറുവശത്തിരിക്കുമ്പോൾ ഇതിനൊക്കെ എതിർക്കും. എന്നിട്ട് അവർ ഭരണത്തിലോട്ട് വരുമ്പോൾ അവരെ കീശ വീർപ്പിക്കാൻ വേണ്ടി ഏതുപോലെയാണ് യൂറോപ്പിൽ ഈ കളികൾ അടുത്തുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, അതേ കളികളാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനത്തെ കുറേ കാരണങ്ങളാലാണ് നമ്മൾ കമ്മ്യൂണിസം വിട്ടത്. ഇതേപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് കോഴിക്കോട് ഇപ്പോൾ ജപ്പാനീസ് കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത്. അതിനെപ്പറ്റി പറയാനാണെങ്കിൽ നമ്മൾ കുറേ പറയാനുണ്ട്. പക്ഷേ അതൊരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഇരട്ടത്താപ്പാണ് കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത്. അവരുടെ കീശ വീർപ്പിക്കാനുള്ള കാര്യമാണ്. സ്വന്തം നാട്ടിൽ തന്നെ ഇത്രയധികം പിന്നെ മഴ ലഭിക്കുന്ന സംസ്ഥാനത്തിന് വേറൊരു രാജ്യത്തിൻ്റെ സഹായം എടുത്തുകൊണ്ട് പൈപ്പ് ലൈൻ എടുക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തിന് എത്രത്തോളം കമ്മ്യൂണിസ്റ്റുകാർ ഉറ്റുകൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ പിന്നെ ജപ്പാനീസ് കുടിവെള്ള പദ്ധതി എന്ന് പറയുന്നത് കോഴിക്കോടുള്ളത്. ഇതിൻ്റെ വേറെയുള്ള വശങ്ങളോട്ട് പോകാനാണെങ്കിൽ അത് കുറേ പറയാനുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇടത്തന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേമാതിരി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വെള്ളപ്പൊക്കം വരുമ്പോഴൊക്കെ ആയിരക്കണക്കിന് ആൾക്കാർ എപ്പോഴും മരിച്ചുകൊണ്ടിരിക്കും. എന്താ കാരണം? എൻക്രോച്ച്മെൻ്റാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആണ് വേണ്ടത്. സുസ്ഥിര വികസനം, പ്രകൃതിയോല മേഖലയാണ് കേരളം എന്ന് പറയുന്നത്. അപ്പം അധികം ആ രീതിയിൽ ഡെവലപ്മെൻറ്റ്, പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് കേരളത്തിന് വേണ്ടിയിരുന്നത്. അത് കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെക്കുന്ന പോലെ പെർവേഴ്സ് ഡെവലപ്മെൻറ്റ് അല്ല കൊണ്ടുവരേണ്ടിയിരുന്നത്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിരുന്നു കൊണ്ടുവരേണ്ടിയിരുന്നത്. അങ്ങനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് കേരളത്തിൽ പിന്നെ ഈ IT ഇൻഡസ്ട്രീസ് പോലെയുള്ള പ്രകൃതിക്ക് അധികം പ്രശ്നങ്ങൾ വരുത്താത്ത രീതിയിലുള്ള ഡിജിറ്റലൈസേഷൻ പോലത്തെയുള്ള IT ഹബ്സ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് ഇന്ന് കാണുന്ന പോലത്തെയുള്ള വളരെ മോശം അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഒരു കാലത്ത് ATM കൊണ്ടുവരുന്നതിനെ തന്നെ എതിർത്തിരുന്ന വലിയ പുരോഗമനവാദികളാണ് കമ്മ്യൂണിസ്റ്റുകാർ. അത് നമ്മൾ ഓർക്കണം. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഈ രീതിയിലുള്ള സെലക്റ്റീവ് ഹിപ്പോക്രസിയാണ്. ഈ ഒരു രീതിയിൽ കേരളത്തിന് എക്സാമ്പിളാക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് യൂറോപ്പിലുള്ള എസ്തോണിയ എന്ന് പറയുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ റിസോഴ്സസ് ഇല്ല, പിന്നെ ഓയിൽ റിസോഴ്സസ് ഇല്ല, ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് പ്രകൃതി ലോല മേഖലയാണ്. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഡിജിറ്റലൈസ്ഡ് എക്കണോമി ആക്കി മാറ്റുകയാണ് അവർ ചെയ്തത്. കുട്ടികളെ ചെറുപ്പം തൊട്ടേ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് എസ്തോണിയ ഇപ്പം ഇന്ന് ഡിജിറ്റൽ എക്കണോമിക്ക് വേൾഡ് എക്സാമ്പിളാണ്, ഡെവലപ്പ് കൺട്രീസിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. പറയുമ്പോൾ 92-ൽ സോവിയറ്റ് യൂണിയൻ്റെ കീഴിൽ പിന്നെ സ്വാതന്ത്ര്യം നേടി വരുമ്പോൾ ഒന്നുമില്ലാത്ത രാജ്യമായിരുന്നു. 92 തൊട്ട് 2025 തൊട്ടുള്ള അവരുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ ഡിജിറ്റൽ എക്കണോമിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അവർ ഡെവലപ്പ് സ്റ്റാറ്റസിലോട്ട് എത്തിപ്പെടുകയാണ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റുകാർ അവിടുന്ന് എല്ലാം ദൂർത്തടിച്ച് പോയ ആൾക്കാരാണ്, എല്ലാം പിണുങ്ങിപ്പോയ ആൾക്കാരാണ്. എന്നിട്ട് അവിടുന്നാണ് അവരിപ്പോൾ ഇന്ന് കാണുന്ന ഡെവലപ്ഡ് സ്റ്റാറ്റസിലോട്ട് എത്തിയുള്ളത്. ഇത് കേരളത്തിൻ്റെ എക്സാമ്പിളാണ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.